അത് ആരോഗ്യത്തിന് വലിയ ക്ഷീണമാണ്. നമുക്കിപ്പോ ചെറുപ്പമാകുമ്പോൾ അതൊന്നും അറിയില്ല. 40 വയസ്സൊക്കെ ആയാലാണ് ഇതിന്റെ ഹാങ് ഓവർ നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങുക. അതുകൊണ്ട് ചെറുപ്പക്കാരും എല്ലാവരും ഒരു 10 മണിക്ക് വീട്ടിലെത്തി ഉറങ്ങുന്ന സംവിധാനം നമ്മളിൽ ഉണ്ടാവണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മഹാനായ ഹാത്തിമുൽ അസ്സം റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ അദ്ദേഹം തന്റെ ഗുരുനാഥനോട് പറഞ്ഞ 8 രഹസ്യങ്ങളാണ്, വിജയമന്ത്രങ്ങളാണ് നമ്മൾക്കിവിടെ ഇന്ന് ചർച്ച ചെയ്യാനുള്ളത്. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യൗമ യഅതി ലാ തകല്ലമു നഫ്സുൻ ഇല്ലാ ബിഇദ്നിഹി ഫമിൻഹും ശഖിയ്യുൻ വസഈദ്. നാളെ അല്ലാഹുവിന്റെ പാരത്രികമായ ലോകത്ത് അല്ലാഹുവിന്റെ സമ്മതം കൂടാതെ, അല്ലാഹുവിന്റെ സമ്മതമില്ലാതെ ഒരാൾക്കും സംസാരിക്കാൻ കഴിയാത്ത ഒരു കാലം വരാനുണ്ട്. اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. അന്ന് നമ്മുടെ ചുണ്ടുകൾക്ക് അല്ലാഹു സീൽ വെക്കുകയും നമ്മുടെ കൈകൾ അല്ലാഹുവിനോട് സംസാരിക്കുകയും കാലുകൾ ഈ പറഞ്ഞതിനെല്ലാം സാക്ഷി നിൽക്കുകയും ചെയ്യുന്ന ഒരു കാലം നമ്മൾക്കറിയാം. ചുണ്ടുകൾക്ക് അല്ലാഹു സീൽ വെച്ച് പൂട്ടിയിടുകയാണ്. അല്ലാഹുവിന്റെ സമ്മതമില്ലാതെ ഒരാൾക്കും സംസാരിക്കാൻ കഴിയാത്ത ലോകമാണത്. അല്ലാഹു പറയുന്നുണ്ട്, യൗമ യഅതി ലാ തകല്ലമു നഫ്സുൻ ഇല്ലാ ബിഇദ്നിഹി. അല്ലാഹുവിന്റെ സമ്മതമില്ലാതെ ഒരാൾക്കും ഒരു വാക്ക് പോലും സംസാരിക്കാൻ കഴിയില്ല. ഇന്ന് നമ്മൾ യാതൊരു നിയന്ത്രണമില്ലാതെ നമ്മുടെ വായിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറയാറുണ്ട്. മറ്റുള്ളവരെ ആരോപിക്കുമ്പോഴും കുറ്റം പറയുമ്പോഴും യാതൊരു ചിന്തയോ ശ്രദ്ധയോ നമ്മൾക്കില്ല. وما يلفظ من قول إلا لديه رقيب عتيد. നമ്മളൊരു വാക്ക് പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ റഖീബും അതീദും ഉണ്ട് എന്നൊരു ചിന്ത നമ്മൾക്കുണ്ടാവണം. ഒരു വാക്ക് പറയുമ്പോൾ അതൊക്കെ എഴുതി വെക്കാനും അതൊക്കെ രേഖപ്പെടുത്താനും അല്ലാഹു നിശ്ചയിച്ച മാലാഖമാരുണ്ട് എന്നുള്ള ബോധം നമ്മൾക്കുണ്ടാവണം. ഇതിനെയൊക്കെ അല്ലാഹു നാളെ ചോദ്യം ചെയ്യുമെന്നുള്ള ബോധവും നമ്മൾക്കുണ്ടാവണം. إن السمع والبصر والفؤاد كل أولئك كان عنه مسؤولا. നമ്മുടെ സംസാരം, നമ്മുടെ കേൾവി, നമ്മുടെ കാഴ്ച, നമ്മുടെ ഹൃദയത്തിലുള്ള ചിന്തകൾ എല്ലാം അല്ലാഹു നാളെ വ്യക്തമായി ചോദ്യം ചെയ്യും. ആ സമയത്ത് ഇതിന് മറുപടി പറയാതെ ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് അല്ലാഹു പറയുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അല്ലാഹുവിന്റെ സമ്മതമില്ലാതെ ഒരാൾക്കും സംസാരിക്കാൻ കഴിയാത്ത ഒരു ലോകം നമ്മളുടെ അടുത്തേക്ക് വരാനുണ്ട്. അവിടെ 2 വിഭാഗം ആളുകളാണുള്ളത്. ഫമിൻഹും ശഖിയ്യുൻ വസഈദ്. അവിടെ വിജയിയുണ്ട്, അവിടെ പരാജിതനുണ്ട്. ശഖിയ് എന്ന് പറഞ്ഞാൽ പരാജയപ്പെട്ടു പോയവൻ, സഈദ് എന്ന് പറഞ്ഞാൽ വിജയിച്ചവൻ. വിജയിയുണ്ട്, പരാജിതനുണ്ട്. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് വിജയിക്കാനാണ്, പരാജയപ്പെടാനല്ല. ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പ്രാർത്ഥിക്കുന്നവരാണ് നമ്മളൊക്കെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുവേ, ദുനിയാവിലും ആഖിറത്തിലും നീ ഞങ്ങൾക്ക് വിജയം താ അല്ലാഹ്. നമ്മുടെ പ്രാർത്ഥനയാണ്. ദുനിയാവിലും വിജയം വേണം, ആഖിറത്തിലും വിജയം വേണം. ചില ആളുകൾ ദുനിയാവ് മാത്രം ചോദിക്കുന്നവരുണ്ട്. ജനങ്ങളിൽ ചില ആളുകൾ അവർ ദുആ ചെയ്യുന്നുണ്ട്, റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന. അല്ലാഹുവേ, എന്റെ ദുനിയാവ് നീ ഉഷാറാക്കണം റബ്ബേ, എന്റെ ദുനിയാവ് നീ വിജയത്തിലാക്കണം അല്ലാഹ് എന്നിങ്ങനെ ദുനിയാവിന് വേണ്ടി മാത്രം ദുആ ചെയ്യുന്ന ആളുകളുണ്ട്, പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. അല്ലാഹു പറയാണ്, അത്തരം ആളുകൾക്ക് ആഖിറത്തിൽ യാതൊരു സ്ഥാനമില്ല, അല്ലാഹു അവരെ പരിഗണിക്കുകയേ ഇല്ല എന്ന്. വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്. അല്ലാഹു അവരെ ശ്രദ്ധിക്കുകയേ ഇല്ല എന്ന് പരിശുദ്ധ ഖുർആൻ. എന്നാൽ ജനങ്ങളിൽ ചില ആളുകൾ വമിനൻ നാസി മൻ യഖൂൽ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. الله
ദുനിയാവിലും ആഖിറത്തിലും വിജയം ഈ ദുആ ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു ആഖിറത്തിലും ദുനിയാവിലും അതിന്റെ ഓഹരി നൽകുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ദുആ ചെയ്യണം? അല്ലാഹുവിനെ ദുനിയാവിലും വിജയത്തിലാക്കുക, ആഖിറത്തിലും വിജയത്തിലാക്കുക. ആഖിറത്തിൽ മാത്രം വിജയത്തിലാക്കി ദുനിയാവിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് കാര്യമുണ്ടോ? ദുനിയാവ് വളരെ പ്രയാസം. എങ്ങനെയൊക്കെ തട്ടിമുട്ടി ജീവിച്ച് ആഖിറത്തിൽ രക്ഷപ്പെടും. ആഖിറത്തിൽ വലിയ ഉപകാരമാണ്. നമുക്ക് രണ്ട് സ്ഥലത്തും വിജയിച്ചാൽ അത് വലിയ നേട്ടമല്ലേ? ഇവിടെയും ഖൈർ, അവിടെയും ഖൈർ, വലിയ സുഖമല്ലേ? ഇവിടെ പ്രയാസപ്പെട്ടാൽ അവിടെ രക്ഷപ്പെടുമെന്ന് ഉറപ്പാണ്. ഇവിടെ അള്ളാഹുവിന് വേണ്ടി നമ്മുടെ വിലപ്പെട്ട സമയങ്ങളെ അള്ളാഹുവിന് വേണ്ടി ചെലവഴിക്കാൻ നമ്മൾ തയ്യാറായാൽ അവിടെ വിജയിക്കുമെന്ന് ഉറപ്പ് തന്നെയാണ്. എന്നാൽ ദുനിയാവിലും വിജയം ആഖിറത്തിലും വിജയം, രണ്ട് ലോകത്തും ഇരു ലോകത്തും വിജയിച്ചാൽ അതല്ലേ നമ്മൾക്ക് ഖൈർ. അതുകൊണ്ട് അല്ലാഹുവിനോട് ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാൻ വേണ്ടി നമ്മൾക്ക് ദുആ ചെയ്യാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വല്ലദീന ഹും ലിസ്സകാത്തി ഫാഇലൂൻ. സകാത്തിന്റെ കാര്യം പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് സകാത്ത് ചെയ്യുന്ന ആളുകൾ എന്ന്. അഥവാ ഒരുപാട് ബിസിനസ്സുകൾ നടത്തി സമ്പാദ്യങ്ങൾ ഉണ്ടാക്കണമെന്നാണ് ഇസ്ലാം പറയുന്നത്. സകാത്ത് ഉള്ളതിൽ നിന്ന് കൊടുക്കണമെന്നില്ല. സകാത്ത് ഒരുപാട് അധ്വാനിച്ച് ബിസിനസ് നടത്തി സമ്പാദ്യങ്ങൾ ഒരുമിച്ച് കൂട്ടി അതിൽ നിന്ന് പാവപ്പെട്ടവർക്ക് സകാത്ത് കൊടുക്കണം. അത് ഖൈറല്ലേ? അത് ഖൈറല്ലേ? പൈസ വേണ്ടാന്ന് ആഗ്രഹിക്കേണ്ട, പൈസ വരട്ടെ. അള്ളാഹു നമുക്ക് ഇഷ്ടം പോലെ മുതൽ തരട്ടെ. എന്തിപ്പോ തന്നാല് പ്രശ്നം? അത് കൽബിലേക്ക് കയറ്റാതെ നമ്മുടെ കൈകളിൽ വെക്കാൻ നമ്മൾക്ക് കഴിയണം. സമ്പത്ത് കൽബിലേക്ക് കയറ്റിയവൻ കൊടുക്കാൻ മടിയന്മാരായിരിക്കും, അവര് കൊടുക്കൂല. ഹൃദയത്തിലേക്ക് കയറ്റാൻ നമ്മുടെ കൈകളിൽ വെക്കാം. എന്നിട്ട് സകാത്ത് കണക്കെടുത്ത് വളരെ കൃത്യമായി ആളുകൾക്ക് നൽകാൻ നമ്മൾ തയ്യാറാവണം. എനിക്കറിയാം വലിയൊരു കോടീശ്വരൻ നമ്മുടെ വടകര ഭാഗത്താണ്. ഒരു 100 കണക്കിനൊക്കെ കോടി ആസ്തിയുള്ള ആളാണ്. 2 ഹുദവിമാരാണ് അവരുടെ അടുത്ത് സകാത്ത് കണക്കാക്കാൻ വേണ്ടി മാത്രം നിശ്ചയിച്ചിട്ടുള്ളത്. 2 ഹുദവിമാർ, എന്റെ കൂടെ എന്റെ ബാച്ചിൽ പഠിച്ച 2 ഹുദവിമാർ അവരുടെ സകാത്ത് കണക്കെടുക്കാൻ, അവരുടെ വരുമാനം സകാത്ത് കണക്കെടുക്കുക, എന്നിട്ട് സകാത്തിന്റെ അവകാശികൾ എവിടെയുണ്ട് എന്ന് നോക്കുക, എന്നിട്ട് സകാത്തിന്റെ മുതൽ അവരെ കൊണ്ടുപോയി കൊടുക്കുക. നമ്മൾ ഈ കൊടുക്കുന്ന പൈസക്ക് സകാത്തിന്റെ അവകാശികളും ആവണ്ടേ? അപ്പൊ അതുകൊണ്ട് സകാത്തിന്റെ അവകാശികളെ കണ്ടെത്തി ഇവരുടെ വരുമാനം മുഴുവനും കണക്കെടുത്തതിന് ഇത്ര ശതമാനം സകാത്ത് കൊടുക്കാൻ വേണ്ടി മാത്രം നിയമിച്ച ഹുദവിമാർ. ഇതേപോലെ സമ്പത്ത് ഒരുപാടുണ്ടാക്കി നമ്മൾക്ക് പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. സമ്പത്ത് വേണ്ട എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ, സമ്പത്ത് ഉണ്ടായിക്കോട്ടെ, അത് ഹൃദയത്തിലേക്ക് കടത്തിയില്ലെങ്കിൽ മതി. 2 വിഭാഗം ആളുകളാണ് നാളെ ഉണ്ടാവുക. ഒന്ന് വിജയികളും 2 പരാജിതരും. ഇനി പരാജിതരെ കുറിച്ച് അല്ലാഹു പറയുന്നുണ്ട്. فَأَمَّا الَّذِينَ شَقُوا فَفِي النَّارِ لَهُمْ فِيهَا زَفِيرٌ وَشَهِيقٌ خَالِدِينَ فِيهَا مَا دَامَتِ السَّمَاوَاتُ وَالْأَرْضُ إِلَّا مَا شَاءَ رَبُّكَ إِنَّ رَبَّكَ فَعَّالٌ لِمَا يُرِيدُ. ജനങ്ങൾ 2 വിഭാഗമാണ്. പരാജയപ്പെട്ടു പോയ ആളുകൾ, അവർ ആർപ്പുവിളികളുള്ള, പൊട്ടിക്കരച്ചിലുകളുള്ള വളരെ ദയനീയമായ ലോകത്ത്, നരകലോകത്താണ് അവർ. ഖാലിദീന ഫീഹാ, അവർ ആ നരകത്തിൽ ശാശ്വതരാണ്, രക്ഷപ്പെടാൻ അവർക്ക് കഴിയില്ല. ഖാലിദീന ഫീഹാ, അവർ ശാശ്വതരാണ് അവിടെ. മാദാമതിസ് സമാവാതു വൽ അർദ്, ആകാശവും ഭൂമിയും നിലനിൽക്കുന്ന കാലത്തോളം, ആകാശം എത്ര കാലം ഇവിടെ നിലനിൽക്കുമോ അത്രയും കാലം, ഭൂമി എത്ര കാലം നിലനിൽക്കുമോ അത്രയും കാലം അവർ നരകത്തിൽ ശാശ്വതരാണ്, രക്ഷപ്പെടാൻ കഴിയില്ല. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ മഹ്ശറ ലോകത്ത് എല്ലാവരും ചൂടുകൊണ്ട് സഹിക്കാൻ കഴിയാതെ രക്ഷപ്പെടാൻ വേണ്ടി യൗമ യഫറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി, ഇങ്ങനെ പോയാൽ ശരിയാവില്ല. യൗമ യഫറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീഹി. ഉമ്മയിൽ നിന്ന്, ജ്യേഷ്ഠന്മാരിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്ന്, കുടുംബക്കാരിൽ നിന്ന് എല്ലാവരും നെട്ടോട്ടമോടുന്ന ഒരു സമയം.
അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും മഹാന്മാരായ പ്രവാചകന്മാർക്കും അല്ലാഹു തആല പ്രത്യേകമായ ഒരു ഇരിപ്പിടം ഒരുക്കുന്നുണ്ട്. മനാബിറ മിൻ ദഹബ്, സ്വർണ്ണച്ചാലുള്ള ഒരു ഇരിപ്പിടം, സ്വർണ്ണച്ചാലുള്ള ഒരു മിമ്പർ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മഹാന്മാരായ പ്രവാചകന്മാർക്ക് വേണ്ടി ഒരുക്കി വെക്കുന്നുണ്ട്. എല്ലാ പ്രവാചകന്മാരും അവരവരുടെ ഇരിപ്പിടത്തിൽ കയറുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രം തന്റെ ഇരിപ്പിടത്തിൽ കയറാതെ മാറി നിൽക്കുകയാണ്. അർശിന്റെ താഴെ തന്റെ ഇരിപ്പിടത്തിൽ കയറാതെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാറി നിൽക്കുകയാണ്. പരിശുദ്ധ ഹബീബിന്റെ ഇരിപ്പിടം അവിടെ ഖാലിയാണ്. ആരും അവിടെ കയറിയിരുന്നിട്ടില്ല. ആദം നബി അലൈഹിസ്സലാം കയറിയിരുന്നു. മഹാന്മാരായ പ്രവാചകന്മാർ നൂഹ് നബിയെ പോലെ, ഈസാ നബിയെ പോലെ, മൂസാ നബിയെ പോലെയുള്ള പ്രഗൽഭരായ പ്രവാചകന്മാർ 1,00,000 ചില്ലാനും പ്രവാചകന്മാർ അവരവരുടെ ഇരിപ്പിടത്തിൽ കയറിയിരുന്നു. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രം കയറിയിരുന്നില്ല. അപ്പോഴാണ് അല്ലാഹു ചോദിക്കുന്നത്, യാ മുഹമ്മദ്, മുഹമ്മദേ, എന്തേ നിങ്ങളുടെ ഈ ഇരിപ്പിടത്തിൽ കയറിയിരിക്കാത്തത്? എന്താ നിങ്ങൾക്ക് ആവശ്യം? അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഞാൻ എന്റെ ഇരിപ്പിടത്തിൽ കയറാത്തത് സ്വർണ്ണത്താൽ അല്ലാഹു ഒരുക്കി വെച്ച ആ സിംഹാസനത്തിൽ ഞാൻ കയറാത്തത്, ഞാൻ അവിടെ കയറിയാൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല എന്നെ നേരെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകുമോ എന്ന പേടിയോടെയാണ്. ഞാൻ ആ കസേരയിൽ, ആ സിംഹാസനത്തിൽ കയറിയിരുന്നാൽ അല്ലാഹു എന്നെ നേരെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകുമോ എന്ന പേടി, ആ പേടി കാരണത്താലാണ് ഞാൻ എന്റെ സിംഹാസനത്തിൽ കയറാത്തത്. സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകുന്നതിന് എന്തിനാ പേടിക്കുന്നത്? സന്തോഷല്ലേ? സ്വർഗ്ഗത്തിൽ പോകാനല്ലേ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. പിന്നെ എന്തിനാ പേടിക്കുന്നത്? എന്തിനാ പേടിച്ചത്? എന്തിനാ സ്വർഗ്ഗത്തിലേക്ക് പോകുന്നതിനെ പേടിച്ചത്? ഞാൻ സ്വർഗ്ഗത്തിലെത്തിയാൽ ഇവിടെ ഒരു ദിവസം തന്നെ 50,000 വർഷത്തിന്റെ ദൈർഘ്യമുള്ള ഭയാനകമായ ഈ മഹ്ശറാ ലോകത്ത് എന്റെ സമുദായം അനാഥരാകുമല്ലോ എന്ന പേടിയാണ്. ഞാൻ പോയാൽ എന്റെ ഉമ്മത്തിന്റെ കാര്യം ആരാ നോക്കുക? എന്റെ ഉമ്മത്തിനെ ആരാണ് നിയന്ത്രിക്കുക? എന്റെ ഉമ്മത്ത് ഈ ശക്തമായ ചുട്ടുകൊള്ളുന്ന മഹ്ശറാ ലോകത്ത് പ്രയാസപ്പെടുമ്പോൾ ആരാണ് അവർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുക? ആരാണ് അവർക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യുക? ആരാണ് അവർക്ക് വേണ്ടി അല്ലാഹുവിനോട് നിരന്തരമായി ആവശ്യപ്പെടുക, ശുപാർശ ചെയ്യുക? എന്നെ ഈ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകുമോ എന്ന് പേടിയാൽ ഞാൻ കയറിയില്ല. ഞാൻ പറയാൻ തുടങ്ങി, ഉമ്മച്ചി, ഉമ്മച്ചി, എന്റെ സമുദായമേ, എന്റെ സമുദായമേ. ഈ ഹബീബിനെ മനസ്സിലാക്കണം. നമ്മൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച് സ്വർഗത്തിലേക്ക് പോകാനുള്ള അവസരം അല്ലാഹു നൽകുമ്പോൾ അത് സ്വീകരിക്കാതെ ഉമ്മത്തിനെ കുറിച്ച് ഓർത്തുപോയ പരിശുദ്ധ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തൃപ്തികരമായ രീതിയിലാണോ നമ്മൾ ഇവിടെ ജീവിക്കുന്നത്? നമ്മുടെ പ്രവർത്തനങ്ങൾ കണ്ട് അല്ലാഹുവിന്റെ ഹബീബ് സന്തോഷിക്കുമോ? നമ്മുടെ പ്രവർത്തനങ്ങൾ കണ്ട് എന്റെ ഹബീബിന് ദുഃഖമാണോ ഉണ്ടാവുക, അല്ല സന്തോഷമാണോ? ആലോചിക്കേണ്ട വിഷയമാണ്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോ നമ്മളിവിടെ പ്രവർത്തിക്കുന്നത് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെയാണോ? ഇതൊക്കെ പരിശുദ്ധ ഹബീബ് റൗളയിൽ നിന്ന് കാണുമ്പോ ഹബീബിന് വേദനിക്കൂലേ? അതുകൊണ്ട് എന്റെ ഹബീബിന് ഇഷ്ടമില്ലാത്തത് ഞാൻ ചെയ്യൂല എന്ന ഒരു പ്രതിജ്ഞ എടുക്കാൻ നമ്മൾക്ക് കഴിയണം. എന്റെ ഹബീബ് കാണുമ്പോ എന്റെ ഹബീബിന് ഇഷ്ടമില്ലാത്തത്, എന്റെ ഹബീബ് കാണാൻ ആഗ്രഹിക്കാത്തത് എന്റെ ഹബീബ് ചെയ്യരുത് എന്ന് പറഞ്ഞത് ഞാൻ ചെയ്യില്ല. കാരണം നാളെ എല്ലാ പ്രവാചകന്മാരും അവരവരുടെ സമുദായത്തെ മറന്ന് അവരവരുടെ മിമ്പറിൽ സിംഹാസനത്തിൽ കയറിയിരുന്നപ്പോ എന്റെ ഹബീബ് മാത്രം എന്നെ ഓർത്ത് സിംഹാസനത്തിൽ കയറിയില്ലല്ലോ. എന്നെ ഓർത്ത് സിംഹാസനത്തിൽ കയറാതെ അള്ളാഹു ചോദിച്ചു, എന്റെ ഉമ്മത്തിനെ വിളിക്കുന്നത്? അപ്പോഴാണ് അല്ലാഹു തആലയോട് പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, അല്ലാഹുവേ, അല്ലാഹുവേ,
എന്റെ ഉമ്മത്തിനെ നീ ഒരു തീരുമാനം ഇവിടെ എടുക്കണം അല്ലാ. ഇങ്ങനെ ഈ വെയിലത്തിട്ട് പൊരിക്കല്ല റബ്ബേ, എന്റെ ഉമ്മത്തിന് നീ ഒരു തീരുമാനം ഇവിടെ എടുക്കണം അല്ലാ. അപ്പോഴാണ് അല്ലാഹു തആല വളരെ വേഗത്തിൽ ഹിസാബ് തീർക്കുന്നത്, വളരെ വേഗത്തിൽ. എന്നിട്ട് മുസ്ലിമീങ്ങളിൽ നല്ലവരെ ഹിസാബില്ലാതെ അല്ലാഹു സ്വർഗത്തിൽ കൊണ്ടുപോവുകയാണ്. ചില ആളുകൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ ശഫാഅത്തിന് അർഹരായി നേരെ സ്വർഗത്തിലേക്ക് പോവുകയാണ്. ചില ആളുകൾ വൻദോഷങ്ങൾ ചെയ്തവരാണവർ, തൗബ ചെയ്യാൻ അവർക്ക് അവസരം ലഭിച്ചില്ല. വൻദോഷങ്ങൾ ചെയ്തവരാണ്, മഹാപാപങ്ങൾ ചെയ്തവരാണ്, കള്ളു കുടിച്ചവരാണവർ. മരണത്തിന്റെ മുമ്പേ അവർ തൗബ ചെയ്തില്ല. അതേപോലെ അവർ വ്യഭിചരിച്ചവരാണ്, മരണത്തിന്റെ മുമ്പ് അവർ തൗബ ചെയ്തില്ല. കഞ്ചാവടിച്ചവര്, നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവര്, ഫിത്നയുണ്ടാക്കിയവര്, ഫസാദ് ഉണ്ടാക്കിയവര്, നാട്ടിൽ തോന്നിവാസങ്ങളും ആഭാസങ്ങളും ചെയ്ത് ജീവിച്ച ആളുകൾ, മയക്കുമരുന്ന് സപ്ലൈ ചെയ്തവർ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്തവർ, അത് വാങ്ങിച്ച് കഴിച്ചവർ, കഴിക്കാൻ വേണ്ടി നിർബന്ധിപ്പിച്ചവർ, ഇങ്ങനെ എന്തൊക്കെ തോന്നിവാസങ്ങൾ ചെയ്തു. അതിനെയെല്ലാം ചെയ്ത് മരണത്തിന് മുമ്പ് തൗബ ചെയ്യാൻ അവസരമില്ലാതെ മരിച്ചുപോയൊരു വിഭാഗമുണ്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ ഉമ്മത്തിലെ. പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായത്തിലെ തൗബ ചെയ്യുന്നതിന് മുമ്പേ മരിച്ചുപോയ ചില ആളുകൾ, അഥവാ പെട്ടെന്ന് മരിച്ചുപോയ ആളുകൾ, ചെറുപ്പത്തിലെ ആളുകൾ മരിച്ചു പോവാറുണ്ടല്ലോ. വളരെ ചെറുപ്പത്തിലെ ആളുകൾ മരിച്ചു പോവാറുണ്ട്. ആക്സിഡന്റിലൂടെ, അറ്റാക്കിലൂടെ. ഉറങ്ങാൻ കിടന്നവർ പ്രഭാതത്തിൽ ഉണരാറില്ല. എത്ര മരണങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഉപ്പളയിലല്ലേ ഒരു ഹൈന്ദവ സുഹൃത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുഴഞ്ഞു വീണ് മരിച്ചത്. നമ്മുടെ നാട്ടിലല്ലേ, അല്ലേ? നമ്മുടെ നാട്ടിലല്ലേ? നമ്മുടെ നാട്ടിലാണ്. ചെറുപ്പക്കാരെ, നമ്മൾക്കതൊരു പാഠമാണ്. കളിക്കുമ്പോ, സിനിമ കാണുമ്പോ, മയക്കുമരുന്ന് ഉപയോഗിച്ച് തോന്നിവാസങ്ങൾ ചെയ്ത് തൗബ ചെയ്യുന്നതിന് മുമ്പേ ഇത്തരം ഒരു മരണം നമ്മെ പിടികൂടിയാലോ, ഇത്തരം ഒരു മരണം നമ്മെ വേട്ടയാടിയാലോ നരകം ഉറപ്പല്ലേ, നരകം ഉറപ്പല്ലയോ? ഇത്തരം ആളുകൾ നരകത്തിലേക്ക് പോകുമ്പോ അവിടെ നിന്ന് നരകത്തെ കാക്കുന്ന മലക്ക് ചോദിക്കുമത്രേ, നിങ്ങളാരാ? നിങ്ങളാരാണ്? നിങ്ങളുടെ മുഖത്തെന്തോ ഒരു പ്രകാശമുണ്ട്, നിങ്ങൾക്ക് എന്തോ ഒരു മാറ്റമുണ്ട്, നിങ്ങൾ ആരാണ്? ഇതിനു മുമ്പ് നരകത്തിലേക്ക് കടന്നു വന്ന ആളുകൾ, അവർക്കില്ലാത്ത എന്തോ ഒരു വ്യത്യാസം നിങ്ങൾക്കുണ്ട്. അവർക്ക് ഉമ്മത്ത് മുഹമ്മദ് എന്ന് പറയാൻ നബി തങ്ങളുടെ പേര് ഓർമ്മ വരുന്നില്ല. അപ്പോഴാണ് അവർ പറയുന്നത്, നഹ്നു മിമ്മൻ ഉൻസില ഫീഹിമുൽ ഖുർആൻ, ഞങ്ങളിലേക്കാണ് അല്ലാഹു തആല ഖുർആൻ ഇറക്കിയത്. അല്ലാഹു ഖുർആൻ ഇറക്കിയ വിഭാഗത്തിൽപ്പെട്ടവരാണ് ഞങ്ങൾ. അപ്പോൾ മഹാനായ മാലിക് അലൈഹിസ്സലാം പറയുമത്രേ, അത് തന്നെയാണ് നിങ്ങളുടെ മുഖത്തിലുള്ള ഈ മാറ്റം ഞാൻ ശ്രദ്ധിച്ചത്. നരകത്തിലേക്ക് അവരെ വലിച്ചെറിഞ്ഞ് അള്ളാഹുവിന്റെ ഹബീബും മഹാന്മാരായ സ്വാലിഹീങ്ങളായ ആളുകളൊക്കെ നാളെ സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഈ തെറ്റ് ചെയ്ത് തൗബ ചെയ്യാതെ മരിച്ചുപോയ ആളുകൾ നരകത്തിൽ കിടക്കുന്നു. നരകത്തിന്റെ ഭയാനകമായ ശിക്ഷ സഹിക്കാൻ കഴിയാതെ മാലിക് അലൈഹിസ്സലാമിനെ സമീപിച്ച്, യാ മാലികു ലിയഖ്ലി അലൈനാ റബ്ബുക്, മാലിക്കേ, അള്ളാഹുവിനോടൊന്ന് എന്നെ രക്ഷപ്പെടുത്താൻ പറയുമോ എന്ന്. നിങ്ങളെ ഒന്ന് സൗണ്ട് മൊത്തം കൂട്ടിത്തരുമോ? സൈഡ് ഇതിൽ സൗണ്ട് ഉണ്ട്, ഈ സൈഡിലുള്ളതിന് ഫുള്ളൊന്ന് കൂട്ടിത്തരും. ഡിലേ 3 സ്റ്റെപ്പ് കൊടുക്കുക, സൗണ്ട് ഷാർപ്പാക്കുക. മഹാനായ മാലിക് അലൈഹിസ്സലാമിനോട് പറയുന്നുണ്ട്, യാ മാലികു ലിയഖ്ലി അലൈനാ റബ്ബുക്, നിങ്ങളുടെ റബ്ബിനോട് ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്താൻ പറയണമെന്ന്. ഖദ് സാല മിന്നസ് സ്വദീദ്, ഞങ്ങളുടെ ചീഞ്ചലങ്ങൾ ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി, ഞങ്ങളുടെ ചർമ്മങ്ങൾ പഴുക്കാൻ തുടങ്ങി, ഞങ്ങളുടെ എല്ലുകൾ ദ്രവിക്കാൻ തുടങ്ങി, ഞങ്ങളുടെ ഹൃദയം കരിഞ്ഞുപോയി, ഞങ്ങളുടെ ശരീരം കരിഞ്ഞുപോയി, ഒന്ന് രക്ഷപ്പെടുത്താൻ നിങ്ങളുടെ റബ്ബിനോട് പറയുമോ എന്ന് നരകാവകാശികൾ അഥവാ ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോ മഹാനായ മാലിക് അലൈഹിസ്സലാം അവരോട് പറയുമത്രേ, നിങ്ങൾ ഇവിടെ കരഞ്ഞിട്ട് കാര്യമില്ല. ഈ കരച്ചിൽ ദുനിയാവിൽ വെച്ച് കരഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ ഇന്ന് നരകത്തിൽ വീഴാതെ രക്ഷപ്പെടുമായിരുന്നില്ലേ? നിങ്ങളുടെ ഈ കരച്ചിൽ, നിങ്ങളുടെ ഈ വെപ്രാളം, നിങ്ങളുടെ ഈ വേവലാതി, നിങ്ങളുടെ ഈ ദുഃഖം, ഇതെല്ലാം നിങ്ങൾ ഭൂമിയിൽ വെച്ച് ചെയ്തിരുന്നെങ്കിൽ ഇവിടെ എത്താതെ നിങ്ങൾക്ക് രക്ഷപ്പെടാമായിരുന്നില്ലേ?
ഈ കരച്ചിൽ ദുനിയാവിലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാമായിരുന്നു എന്ന് മാലിക് അലൈഹിസ്സലാം ഈ നരകാവകാശികളോട് പറയുമത്രേ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലയോ, 3 കണ്ണുകൾ നാളെ നരകത്തിൽ കിടക്കൂല എന്ന്. 3 കണ്ണുകൾ നരകത്തിൽ കിടക്കൂല എന്ന്. ഹറാമിൽ നിന്ന് കണ്ണിനെ നിയന്ത്രിക്കുന്ന ആളുകൾ, ഹറാം കാണുമ്പോൾ എന്റെ കണ്ണ് അതിലേക്ക് കടന്നു പോകാതെ നിയന്ത്രിക്കാൻ കഴിഞ്ഞവൻ. അതേപോലെ വഅൈനുൻ ബക്കത് മിൻ ഖശിയത്തില്ലാഹ്, അല്ലാഹുവിനെ പേടിച്ച് കരഞ്ഞ കണ്ണുകൾ. ഒരു സെക്കൻഡെങ്കിൽ ഒരു സെക്കൻഡ്, ഒരു മിനിറ്റെങ്കിൽ ഒരു മിനിറ്റ്, ഒരിറ്റ് കണ്ണുനീര് സർവശക്തനായ സൃഷ്ടാവായ അല്ലാഹുവിനെ ഓർത്ത് കരഞ്ഞാൽ, റബ്ബനാ മാ ഖലഖത ഹാദാ ബാതിലാ സുബ്ഹാനക ഫഖിനാ അദാബൻ നാർ ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ لآيات لأولي الألباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. ദുനിയാവിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ഓർത്ത് അത്ഭുതപ്പെടുന്ന ആളുകൾ, ആകാശങ്ങളെ കുറിച്ച്, ഭൂമിയെ കുറിച്ച്, അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച്, രാപ്പകലുകളുടെ വ്യത്യാസങ്ങളെ കുറിച്ച്, രാത്രിയാകുന്നു, രാവിലെയാകുന്നു, പ്രഭാതമാകുന്നു, പ്രദോഷമാകുന്നു, ഇതിലൊക്കെ നമ്മൾക്ക് പാഠമില്ലയോ? രാത്രിയാകുന്നത്, രാവിലെയാകുന്നത്, ചന്ദ്രൻ വരുന്നത്, സൂര്യൻ വരുന്നത്, ഇതിലൊക്കെ നമ്മൾക്ക് പാഠമില്ലയോ? ഇതിനെ കുറിച്ച് ആലോചിക്കുന്ന ആളുകൾ എന്നിട്ട് പറയാണ്, അള്ളാഹുവിനെ കുറിച്ച് ആലോചിച്ചിട്ട്, റബ്ബനാ മാ ഖലഖത ഹാദാ ബാതിലാ, അല്ലാഹുവേ ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ലല്ലോ റബ്ബേ, അതുകൊണ്ട് നീ ഞങ്ങളെ നരകത്തിൽ നിന്ന് കാക്കണേ. ഈ ആയത്ത് ഓതി അല്ലാഹുവിന്റെ ഹബീബ് ഒരു ദിവസം മുഴുവനും കരഞ്ഞുപോയിട്ടുണ്ട്. ഇശാ നിസ്കാരം കഴിഞ്ഞ് ആയിഷ ബീവിയോട് ചോദിച്ചതാണ്, ആയിഷ ഇന്ന് രാത്രി ഞാൻ നിസ്കരിക്കട്ടെ, നിസ്കരിക്കാൻ എനിക്ക് സമ്മതം തരുമോ എന്ന് ആയിഷ ബീവിയോട് ചോദിച്ചപ്പോ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മറുപടി പറഞ്ഞത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, അങ്ങ് എന്റെ കൂടെ, എന്റെ പുതപ്പിൽ, എന്റെ വിരിപ്പിൽ എന്റെ കൂടെ കിടക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇനി അങ്ങേക്ക് ഇഷ്ടം നിസ്കരിക്കാനാണെങ്കിൽ അങ്ങയുടെ ഇഷ്ടം പോലെ ഞാനും തീരുമാനിച്ചു, എന്റെ ഇഷ്ടവും അത് തന്നെയാണ്. അഥവാ എന്റെ ഇഷ്ടം അങ്ങയുടെ ഇഷ്ടത്തിന് വേണ്ടി ഞാൻ മാറ്റിവെക്കുകയാണ്. ഭാര്യമാർ അങ്ങനെയും ചെയ്യാം. എൻ്റെ ഇഷ്ടം അത് തന്നെ കേൾക്കണമെന്ന് വാശി പിടിക്കണ്ട, ഞാൻ ഇഷ്ടപ്പെട്ടത് അത് തന്നെ വേണമെന്ന് വാശി പിടിക്കണ്ട. കുറച്ച് ഭർത്താവിൻ്റെ ഇഷ്ടത്തിന് എനിക്കും വഴങ്ങിക്കൊടുക്കാലോ, തിരിച്ചങ്ങോട്ടും വൈസാവേഴ്സ രണ്ടുപേരും. ആയിഷ ബീവിയോട് ചോദിച്ചു ഞാൻ അങ്ങനെ, അത് വേറെ വിഷയമാണ്, അത് വേറെ വിഷയമാണ്. രാത്രി ഈ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്ന ഭർത്താക്കന്മാരോടുള്ള വിഷയമാണത്. കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ക്ലബിലും ബസ് സ്റ്റാൻഡിൽ ഇരിക്കരുത്, ഉപ്പളയിലും ടൗണിലും പോയിരിക്കരുത്. വേഗം വീട്ടിൽ വന്നിട്ട് ഭാര്യമാരുടെ കൂടെ, മക്കളുടെ കൂടെ ചെലവഴിക്കണം. നബിതങ്ങൾ ഒരു രാത്രി നിസ്കരിക്കാൻ വേണ്ടിയിട്ട് സമ്മതം ചോദിക്കുകയാണ്. ആരോട്? ഭാര്യയോട്. ഞാൻ നിസ്കരിക്കട്ടെ, റൂമിലുണ്ട്, കൂടെയുണ്ട്, ഇന്നെനിക്ക് നിന്റെ കൂടെ കിടന്നുറങ്ങാതെ നിസ്കരിക്കാൻ സമ്മതം തരുമോ? നമ്മൾ മൊബൈൽ ഫോണിൽ കളിക്കാൻ സമ്മതം ചോദിക്കേണ്ടപ്പോൾ കൂടെ കിടന്നിട്ട് മൊബൈൽ ഫോണിൽ വാട്സപ്പിൽ കളിക്കാൻ, ഫേസ്ബുക്കിൽ കളിക്കാൻ, അല്ലെങ്കിൽ ക്ലബിൽ പോയതാണ്, ചങ്ങാതിമാരുടെ കൂടെ കളി കാണാൻ പോയതാണ്, ഫുഡ് അടിക്കാൻ പോയതാണ്. ഈ സമയത്തൊക്കെ വിളിച്ചിട്ട് ഭാര്യമാരോട് സമ്മതം ചോദിക്കാറുണ്ടോ? അല്ല, ഞാൻ ഇന്ന് ഭക്ഷണം കഴിച്ചിട്ട് വരാട്ടോ. നേരത്തെ പറയൂ, ഇല്ല. ഭാര്യ വിളിക്കും, സ്വസ്ഥത തരൂല, എന്നിട്ട് ഫോൺ എടുക്കും, ഞാൻ ഇന്ന് വരൂല, ഞാൻ വേറെ, ഞാൻ പുറത്താണ്. ഇങ്ങനെയൊക്കെ ദേഷ്യപ്പെടുന്ന ആളുകളല്ലേ ഭൂരിഭാഗം ആളുകളും. ഇത് ചെയ്യാൻ പാടുണ്ടോ? ഇത് ചെയ്യാൻ പാടുണ്ടോ? സത്യത്തിൽ നമ്മൾ ചെയ്യുന്നത് മഹാപാപമാണ്. കല്യാണം കഴിഞ്ഞ ആളുകൾ പ്രത്യേകിച്ച്. ഇനി കല്യാണം കഴിയാത്ത ആളുകൾക്ക് ലൈസൻസ് അല്ല, അവർ ഇശാ കഴിഞ്ഞാൽ പിന്നെ വീട്ടിലെത്തണം. അങ്ങനെയാണ് നമ്മുടെ സിസ്റ്റം, അങ്ങനെയാണ്. നമ്മുടെ സർ അനൂപ് സർ ആ വിഷയം സൂചിപ്പിക്കാൻ വരെ പറഞ്ഞിട്ടുണ്ട്. ഉമ്മമാർക്ക് എന്തേ നമ്മുടെ മക്കൾ ഒരു 8 മണിക്ക് ഇശാ നിസ്കാരം കഴിഞ്ഞാൽ വീട്ടിലേക്ക് എത്തിക്കാൻ എന്തേ നമ്മുടെ രക്ഷിതാക്കൾക്ക് കഴിയാത്തത്? അതെന്ത് സാധിക്കാത്ത? കുറച്ച് വലുതായി താടി മിഷൊക്കെ വന്നാൽ പിന്നെ പറഞ്ഞാൽ കേൾക്കൂല. ശരിയാണ്, ഒരു 10-15 വയസ്സ് വരെ നമ്മുടെ നിയന്ത്രണത്തിലുണ്ടാവൂലേ, അവരെ നിയന്ത്രിക്കാൻ നമ്മൾക്ക് കഴിയൂലേ? ഇശാ നിസ്കാരത്തിന് പള്ളിയിൽ പോയിട്ട് തിരിച്ചു വരുന്നില്ലെങ്കിൽ പള്ളി കേൾക്കണ്ട, വീട്ടിൽ നിസ്കരിച്ചോട്ടെ.
അങ്ങനെ ആ ഖൈർ മതി, വീട്ടിൽ നിസ്കരിച്ച കൂലി മതി. ഇശാ നിസ്കരിക്കാൻ പള്ളിയിൽ പോയ മക്കൾ സമയത്തിന് വീട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ അവരെ പള്ളിക്ക് വിടണ്ട. മഗ്രിബ് നിസ്കരിക്കാൻ പോയിട്ട് ക്ലബ്ബിലിരിക്കാൻ, എന്നാൽ പള്ളിക്ക് മഗ്രിബിന് വിടണ്ട, വീട്ടിൽ വെച്ച് നിസ്കരിപ്പിച്ചാൽ മതി. അതാണ് അതിൻ്റെ ഖൈർ. ഇങ്ങനെ പള്ളി ഖൈറാണെന്ന് വിചാരിച്ച് വേറൊരു തെറ്റിലേക്ക് കൊണ്ടുപോയി എത്തിക്കരുത്. നമ്മുടെ മക്കൾ ചെറുപ്പത്തിൽ തന്നെ, ഉമ്മമാരെ വളരെ ശ്രദ്ധയോടെ ശ്രദ്ധിക്കണം. രക്ഷിതാക്കൾ, ഉപ്പന്മാരൊക്കെ വളരെ ശ്രദ്ധയോടെ ശ്രവിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മൾ ചെറുപ്പത്തിലെ അവരെ നമ്മൾ നിയന്ത്രിച്ചു കൊണ്ടുവരണം. ചെറുപ്പത്തിൽ അലഞ്ഞു തിരിയാൻ അവരെ വിടുകയും എന്നിട്ട് പെട്ടെന്നൊരു നിയന്ത്രണം അതവർക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഒരു 18 വയസ്സായപ്പോൾ നാട്ടുകാരൊക്കെ പറയാൻ തുടങ്ങി, അല്ല ബാത്തുങ്ങളെ മോനല്ലേ എങ്ങനെയൊക്കെ കേൾക്കുന്നത്. അന്ന് മുതൽ സ്ട്രിക്റ്റ് ആയാൽ കേൾക്കാൻ കഴിയില്ല. അതുകൊണ്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ 7 വയസ്സ് മുതൽ തന്നെ നമ്മുടെ മക്കളെ ക്ലബ്ബുകളിലേക്ക് പറഞ്ഞേക്കാതെ, ബസ് സ്റ്റാൻഡിലേക്കും പീടികച്ചുണ്ടയിലേക്കും റോഡ് സൈഡിലുള്ള കട്ടകളിലേക്കും ഇരിക്കാൻ വേണ്ടി പെർമിഷൻ കൊടുക്കാതെ അവരെ വീട്ടിലേക്ക് വിളിച്ച് 10 മണിക്ക് ശേഷം 9 മണിക്ക് ശേഷം ഇശാ നിസ്കാരം കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് സമയം കൊടുത്ത് വൈകി വരുന്ന ആളുകളെ ഒരു കാരണവശാലും വീട്ടിലേക്ക് അടുപ്പിക്കാതിരിക്കാനുള്ളൊരു ചങ്കൂറ്റം നമ്മൾ കാണിക്കണം. പോട്ട് അങ്ങനെയുള്ള മക്കൾ പോയിക്കോട്ടെ, നമുക്ക് ഉണ്ടായിട്ട് എന്താ കാര്യം? പറഞ്ഞ കേൾക്കാത്ത മക്കൾ നമുക്ക് ഉണ്ടായിട്ട് എന്താ കാര്യം? അവരെ തീറ്റിപ്പോറ്റിട്ട് എന്താ കാര്യം? ഈ തീറ്റിപ്പോറ്റി ഇവർ നമ്മൾക്കെതിരെ സാക്ഷി നിൽക്കൂലേ നാളെ മഹ്ശറയിൽ? അതുകൊണ്ട് അവരെ കൂടെ നിർത്തുക, ചെറുപ്പത്തിൽ തന്നെ കൂടെ നിർത്തുക. ദീനിയായാലേ ഈ മക്കളെ കൊണ്ട് നമ്മൾക്ക് ദുനിയാവിന് ഉപകാരം ഉണ്ടാവുള്ളൂ, ആഖിറത്തിൽ ഉപകാരം ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ ദുനിയാവിലും ഇവർ നമ്മൾക്ക് അപമാനമാണ്, ആഖിറത്തിലെത്തിയാൽ നമ്മുടെ സ്വർഗം തടയുന്ന നമ്മുടെ ശത്രുക്കളാണ്. അള്ളാഹു പറഞ്ഞില്ലേ ഭാര്യമാരിൽ ശത്രുക്കളുണ്ടെന്ന്? അള്ളാഹു പറഞ്ഞില്ലേ മക്കളിൽ ശത്രുക്കളുണ്ടെന്ന്? എന്തേ ശത്രുക്കളായത്? ഇവരിവിടെ അലഞ്ഞു തിരിഞ്ഞ് അലവരാധികളായി തണ്ടിത്തിരിഞ്ഞ് നടന്ന് പറഞ്ഞത് കേൾക്കാതെ തോന്നിവാസങ്ങൾ ചെയ്ത് നമ്മളതിന് അവരെ കയറൂരി വിടുകയും നമ്മൾ ഹജ്ജും ചെയ്ത് തസ്ബീഹും ചൊല്ലി നിസ്കരിച്ച് സ്വർഗം പ്രതീക്ഷിച്ച് നാളെ മഹ്ശറയിലെത്തുമ്പോൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഓടി വന്ന് ഈ മക്കളെ നമ്മുടെ ശത്രുക്കളായി സ്വർഗത്തിലെത്തേണ്ട മക്കളെ നരകത്തിലേക്ക്, ഉമ്മമാരുപ്പമാരെ നരകത്തിലേക്ക് പറഞ്ഞേക്കുന്നത്. അതേ പദങ്ങൾ ഹദീസിൽ വന്നതാണ്. ലാ അദ്ഖുലുൻ നാറ ഹത്താ യദ്ഖുല അബീ മിൻ ഖബ്ലി. എൻ്റെ ഉപ്പ സ്വർഗത്തിൽ കിടക്കാതെ നരകത്തിൽ കിടക്കാതെ ഒരു കാരണവശാലും ഞാൻ നരകത്തിൽ കിടക്കൂല. മക്കൾ വാശി പിടിക്കാൻ, എൻ്റെ ഉമ്മ എന്നെ വഴികേടിലേക്ക് നയിച്ച, എന്നെ നന്നാക്കാൻ വേണ്ടി പരിശ്രമിക്കാത്ത എൻ്റെ ഉമ്മ നരകത്തിൽ കിടക്കാതെ ഞാൻ നരകത്തിൽ കിടക്കൂല. സ്വർഗത്തിലേക്ക് പോകേണ്ട ഉമ്മമാരെ, ഉപ്പമാരെ നരകത്തിലേക്ക് ഈ ശത്രുക്കളായ നമ്മുടെ മക്കൾ വലിച്ചു കൊണ്ടുപോകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നമ്മുടെ ഭാഗത്ത് വീഴ്ച വന്നാലാണ്. വീഴ്ച വന്നില്ലെങ്കിൽ ഈ മക്കളെ കൊണ്ടൊരു ചുക്കും ചെയ്യാൻ കഴിയില്ല. എങ്ങനെ വീഴ്ച വരിക? ഇസ്ലാം പഠിപ്പിച്ചതുപോലെ, ഇസ്ലാം നിഷ്കർഷിച്ചതുപോലെ വളരെ വ്യക്തമായി 7 വയസ്സ് വരെ അവരോട് കളിക്കണമെന്നല്ലയോ പറഞ്ഞത്? ചെറിയ മക്കളൊക്കെ കൊല്ലുന്നാ പറയുന്നത് അല്ലേ? ചെറിയ മക്കളൊക്കെ. ഇന്നിപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ എന്തോ ഞാൻ ദേഷ്യപ്പെട്ടതിന് ചെറിയ കുട്ടിയുണ്ട്, ഒരു 3 വയസ്സുള്ള കുട്ടി. ഉമ്മ കത്തിയെടുക്കുമ്മ ഞാൻ ചാച്ചാനെ കൊല്ലട്ടെ. സുബ്ഹാനല്ലാഹ്, ചെറിയ കുട്ടി, 3 വയസ്സുള്ള കുട്ടിയാണ്. അപ്പം ഇതാണ് നമ്മുടെ മക്കളൊക്കെ ചെറുപ്പത്തിൽ. നമ്മുടെ വീട്ടിൽ TV ഒന്നുമില്ല. ഞാൻ വിചാരിക്കുന്നതൊക്കെ എവിടുന്നാണ് പഠിച്ചത്? വീട്ടിൽ TV ഒന്നുമില്ല. ചെറിയ കുട്ടികൾ ഇങ്ങനെയൊക്കെ പറയാണ്. ആ സമയത്ത് നമ്മൾ അവരോട് ദേഷ്യപ്പെടാൻ, അടിക്കാൻ നിൽക്കരുത്. ആ സമയത്ത് അടിക്കേണ്ട സമയമല്ല. ലായിബ് ഇബ്നക സബ്ആ, 7 വയസ്സുവരെ നമ്മുടെ മക്കളോട്, 7 വയസ്സുവരെ നമ്മുടെ മക്കളോട് നമ്മൾ കളിച്ച് ജീവിക്കണം. 7 വയസ്സ് കഴിഞ്ഞാലോ അദ്ദിബുഹു സബ്ആ, 14 വയസ്സുവരെ അവർക്ക് അദബ് പഠിപ്പിക്കേണ്ട സമയമാണ്. 7 വയസ്സ് കഴിഞ്ഞാൽ 14 വയസ്സുവരെ അദബ് പഠിപ്പിക്കേണ്ട സമയമാണ്. ആ സമയത്താണ് അവർക്ക് ഉപദേശങ്ങൾ നൽകേണ്ടത്, അവരെ കൂടെ നിർത്തേണ്ടത്, തെറ്റ് ചെയ്യുമ്പോൾ ചെയ്യരുതെന്ന് പറഞ്ഞു കൊടുക്കേണ്ടത്, ഓരോ കാര്യങ്ങളിലും വ്യക്തമായ മാർഗനിർദ്ദേശം കാണിച്ചു കൊടുക്കേണ്ടത് ആ 14 വയസ്സുവരെയാണ്. ഈ 14 വയസ്സുവരെ ഈ ഒരു രീതിയിൽ നിങ്ങൾ വളർത്തിയാൽ ഈ മക്കൾ പിന്നെ തെറ്റുകാരാവൂല. 14 കഴിഞ്ഞാൽ പിന്നെ ഒരു 7 ഉണ്ട്. വസ്വാഹിബുഹു സബ്ആ, അവരെ ചങ്ങാതിമാരായി കൂടെ നിർത്തണം. 21 വയസ്സുവരെ, 14 വയസ്സുവരെ എല്ലാ അദബും മര്യാദയും അച്ചടക്കവും പഠിപ്പിച്ചു കൊടുത്തു. 14 ആയാൽ അവരെ കയറൂരി വിടരുത്, കൂടെ നിർത്തണം ചങ്ങാതിയെപ്പോലെ. അവന്റെ വിഷമം അവർ ഞങ്ങളോട് പറയണം. പെണ്ണ് സ്കൂളിൽ പോകുമ്പോൾ നടന്നത്, വരുമ്പോൾ നടന്നത്, ബസ്സിൽ കണ്ടത് കേട്ടത് എല്ലാം വീട്ടിൽ വന്ന് ഉമ്മയോട് പറയാനുള്ള ധൈര്യം കാണിക്കണം.
ഉമ്മയെ ചങ്ങാതിയായി കാണണം, ഉപ്പയെ ചങ്ങാതിയായി കാണണം. ഇങ്ങനെ ഒരു സൗഹൃദ ബന്ധം മക്കൾക്കിടയിൽ ഉണ്ടായാൽ കഞ്ചാവ് തന്നവന്റെ പേര് പറയും, ലവ് ലെറ്റർ തന്നവന്റെ പേര് പറയും, നമ്പർ തന്നവന്റെ പേര് വീട്ടിൽ വന്ന് ഉമ്മയോട് പറയും. ഉമ്മയ്ക്കും ഉപ്പയ്ക്കും ഇത് വളരെ വ്യക്തമായി നിയന്ത്രിക്കാൻ കഴിയും. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഏകദേശം ചെറിയ ഒരു കുഞ്ഞാണ് വടകര ഭാഗത്ത് കഞ്ചാവ് ഉപയോഗിച്ച്, ലഹരി ഉപയോഗിച്ച് വളരെ ക്രൂരമായി അതിൻ്റെ മാഫിയകൾ നശിപ്പിച്ചത്. ഇത് സ്ഥിരമായി ഉപയോഗിക്കുന്നു എന്നറിഞ്ഞപ്പോൾ ഉപ്പ വന്ന് നിയന്ത്രിക്കാൻ വേണ്ടി അവനെ വീടിന്റെ വെളിയിലേക്ക് പുറത്തു വിടാതെയായി. ഇതറിയണം ആരൊക്കെയാണ് എന്ന്. ഇത് കുട്ടി പറയുമെന്ന് തോന്നിയപ്പോൾ കുട്ടിയെ ഭീഷണിപ്പെടുത്തി. കുട്ടി പറഞ്ഞില്ല. എന്നിട്ട് നല്ല ശക്തമായ പവറുള്ള മരുന്നുകൾ നൽകി 2 ദിവസം കൊണ്ട് കുട്ടി മരിച്ചുപോയ സംഭവം 1 മാസം മുമ്പ് വടകര ഭാഗത്ത് നടന്നൊരു സംഭവമാണ്. എന്നിട്ട് മാതാപിതാക്കളെ വരെ ഭീഷണിപ്പെടുത്തുന്നൊരു സാഹചര്യം. അതുകൊണ്ട് ഉമ്മമാരെ, 7 വയസ്സുവരെ നമ്മുടെ മക്കളെ ചങ്ങാതിമാരായി നമ്മുടെ കൂടെ നിർത്താൻ നമ്മൾക്ക് കഴിയണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പറഞ്ഞു വരുന്നത്, നാളെ നരകത്തിൽ കിടക്കുന്ന സമയത്ത് മലക്കിനോട്, മാലിക് അലൈഹിസ്സലാമിനോട് നരകാവകാശികൾ പറയാണ്, ഞങ്ങൾ ഒന്ന് അള്ളാഹുവിനോട് റെക്കമെൻഡ് ചെയ്ത് ഞങ്ങളെ രക്ഷപ്പെടുത്തുമോ എന്ന്. അപ്പോഴാണ് മലക്ക് ചോദിക്കുന്നത്, ഈ കരച്ചിൽ, ഈ വെപ്രാളം, ഈ ദുഃഖം, ഈ വേദന നിങ്ങൾക്ക് ദുനിയാവിൽ വെച്ച് കാണിക്കാമായിരുന്നില്ലയോ? നിങ്ങൾക്ക് ഒരു കരച്ചിൽ ദുനിയാവിൽ വെച്ച് കരഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ ഈ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുമായിരുന്നില്ല. നരകം ഹറാമാണെന്നല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? നരകം ഹറാമാണ്.